ശതാധിപനോട് കർത്താവ് പറഞ്ഞു ഗ്രേറ്റ് ഫെയ്ത്ത് എന്ന് പറഞ്ഞു. ഇസ്രായേലിൽ ഇതുവരെ ഞാൻ ഇങ്ങനൊരു ഫെയ്ത്ത് കണ്ടിട്ടില്ല. യേശുവിന്റെ അടുക്ക് വന്ന് പറഞ്ഞു, എന്റെ ബാല്യക്കാരൻ തളർന്ന് കിടക്കുകയാണ്, രോഗിയായി. കർത്താവിന്റെ ഹൃദയം കേട്ടോണം, ഞാൻ വരും അവനെ സൗഖ്യമാക്കും. ദൈവത്തെ സ്തുതിച്ച്. പക്ഷെ കർത്താവ് അവൻ പറഞ്ഞു, നീ ഐ ആം നോട്ട് വർത്തി that you come to under my roof. ഞാൻ യോഗ്യനല്ല. Just send out word. നീ ഒരു വചനം അയച്ചാൽ മതി. ദൈവത്തെ ഒന്ന് സ്തുതിച്ച്. ഞാൻ എന്റെ ബാല്യക്കാരനോട് പോകാൻ പറഞ്ഞ അവൻ പോകുന്നു, വരാൻ പറഞ്ഞ അവൻ വരുന്നു, അവൻ അനുസരിക്കുന്നു. അതിന്റെ അർത്ഥം എന്താണെന്നറിയാം? യേശുവേ, നിന്നെ നോക്കി പലരും പറഞ്ഞു നസ്രയത്തിലെ അശാരിയുടെ മോനാണെന്ന്, മറിയയുടെ മോനാ, തച്ചന്റെ മോനാ. പക്ഷെ എനിക്കൊന്നറിയാം, കോടാനുകോടി ദൂതന്മാർ നിന്റെ ചുറ്റുമുണ്ട്. You are not a common person. You are not a ordinary person. You are mighty God. You are miracle worker. You are promise keeper. You are the way maker. സ്വന്തം ജനം അവനെ കണ്ടത് മറിയുടെ മോൻ, തച്ചന്റെ മോൻ. ദൈവത്തെ സ്തുതിച്ച്. പക്ഷെ ശതാധിപൻ കണ്ടത് വലിയൊരു അതോറിറ്റിയോട് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവനോ. ഇന്ന് രാത്രി ഞങ്ങളോട് പറയാ, നസ്രയത്തിലെ ആശാരിയുടെ മോനെന്നോ മറിയുടെ മോനെന്നോ നീ കണ്ടാൽ നിനക്കൊന്നും ലഭിക്കത്തില്ല. പക്ഷേ കർത്താവേ, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ്. യു ആർ ദ വൺ ലിവിംഗ് ഗോഡ്, ദ സൺ ഓഫ് ലിവിംഗ് ഗോഡ്. അവിടെയാണ് ആത്മമണ്ഡലം തുറക്കുന്നത്.